ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 46ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു റിസോഴ്സ് പാക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ ലീപ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി കൂട്ടുന്ന റിസോഴ്സ് പാക്കാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇവന്മാരിത് ഇവിടെ നല്ല രീതിക്ക് ഓടിക്കളിക്കുന്നുണ്ട്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നൊക്കെ തോന്നിയത് ഇതിൻ്റെ ലീവ്സും ഇങ്ങനെ മാറ്റിയത് കുറച്ച് കാണാൻ ഭംഗി കുറവുണ്ട്. ബാക്കിയുള്ളതിനൊന്നും ഭംഗി കുറവൊന്നുമില്ല. എല്ലാത്തിനും ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോണത്, നമ്മൾ ഈ ഒരു ഏരിയക്കകത്തേറ്റ് നമുക്ക് ഗാസ്റ്റിൻ്റെ നമുക്കൊരു ബിൽഡ് ചെയ്ത് വെക്കണം. നമുക്ക് അവനെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു വീട് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മൾ ഗാസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് കുറച്ച് മുന്നായിട്ട് നമുക്ക് ഡ്രൈഡ് ഗാസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഇവിടെ കൊടുത്തിട്ട് നമുക്കൊന്ന് വളർത്തിയെടുക്കാം. ഇവൻ എന്താ ഇവിടെ പെട്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. ഇവൻ നമുക്ക് കൈക്കൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലേ നമുക്ക് ഇവനെ ആപ്പി ഗാസ്റ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളതിൽ വാട്ടർ ബക്കറ്റ് എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ അതിൻ്റെ ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മളങ്ങനെ ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കുഴി ഒഴിച്ചിട്ട് അവനതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മേലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴത്ത് കുഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഇവനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ എല്ലാ സൈഡത്തെ ബ്ലോക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കാം. അതിൻ്റെ ആവശ്യമില്ല, വെറുതെ ഒന്ന് ചെയ്യുന്നതെന്നുള്ളൂ. അത് തന്നെ എല്ലാ ബ്ലോക്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ കിടന്ന് വലുതാവട്ടെ. അപ്പോൾ അവൻ വലുതാവണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് ബ്ലോക്കൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ AFK നിൽക്കാം. ഇവൻ വലുതാകുമ്പോൾ നമുക്ക് ഗ്ലാസ് വെച്ചുകൊണ്ട് കാണാനും പറ്റും. അപ്പോൾ ഏകദേശം ഇവൻ വലുതാവിന് മൈൻക്രാഫ്റ്റിലത്തെ ഒരു ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ കുറേ ടൈമിന് ശേഷം അവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ 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 ഹലോ. ഇവൻ്റെ സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ. ഇവ ഇപ്പോൾ പറ്റ ചെറുതാണെങ്കിലും ഇവൻ 4 ഇരട്ടി വലുതാവും. നമുക്ക് ബിൽഡ് ചെയ്യണ വരെ നമുക്ക് ഇവനെ കെട്ടിയിടണം. അപ്പോൾ നമുക്കൊരു ഫെൻസ് എടുത്തിട്ട് വരാം. നമുക്ക് ലീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സ്ട്രിങ് കൊടുക്കാം. ഇപ്പം തന്നെ അവൻ പറന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവനെ കെട്ടിയിടാം. അല്ലെങ്കിൽ ഇവൻ പറന്നുകൊണ്ട് വേറെ രണ്ടിലൊക്കെ പോവും. അതുകൂടാതെ നമുക്ക് ഇവൻ വലുതാവണ വരെ നമുക്ക് ഒന്നുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഏരിയയൊക്കെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇവനെ. നമുക്ക് ഇവൻ വലുതാവണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഗ്ലാസിൻ്റെ അകത്ത് തന്നെ കയറി നിൽക്കാം. എന്നാലും അവൻ വലുതാവുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്കതിനെ ഹാപ്പി ഗാസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് ടൈം ചെയ്തെടുക്കണം. അല്ല, ടൈം ചെയ്യണ്ട, നമുക്ക് ഇവന് കൊടുക്കാനുള്ള സാഡിലൊന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഇവൻ ചെറുതായപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 3-4 ബ്ലോക്ക് ഉണ്ട്. അവൻ്റെ ചിരി കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. ഇവൻ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ഇവിടെ. ഇവൻ കെട്ടിയിട്ടുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവൻ പറന്ന് പോവും. അപ്പോൾ നമുക്ക് ഇവന് വേണ്ടിയിട്ടൊരു സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയെന്ന് ഒന്ന് നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്ലാസും അതുപോലെ തന്നെ വൂളും പിന്നെ ലെതറുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ വൂൾ ഫാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. നമ്മൾ വന്നത് കുറേ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് നെതറൈറ്റ് മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം ബെഡിൻ്റെ ആവശ്യം വന്നതിന് ലെതർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗ ഫാമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ആവശ്യത്തിനുള്ള ലെതർ എന്തായാലും കിട്ടിക്കോളും. ഇപ്പോൾ ഇതിൽ 2 ഉള്ളൂ. എന്തായാലും ഇപ്പോൾ കൂടും. അങ്ങനെ 5 കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതന്നെ മതി. ഇനി നമുക്ക് സാഡിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നീല കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ നീല ഡൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നീല കളർ ആക്കിയെടുക്കാം. നമ്മളെ പെട്ടിക്കകത്ത് ഡൈയും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ഒരു നീല പൂവ് കിട്ടുമോ നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് നീല ഡൈ ഉണ്ടാക്കാം. നമുക്കതിന് നീല പൂവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് കൊടുത്താൽ നമുക്ക് സാധാ ബ്ലൂ ആണ് കിട്ടുക. നമുക്കൊരു ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ബോൺ വീലും കൂടി കൊടുത്താൽ നമുക്ക് ലൈറ്റ് ബ്ലൂ കിട്ടും. നമുക്ക് പെട്ടിയിൽ നിന്നൊരു ബോൺ വീൽ എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഡൈ ആദ്യം ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വൂളിൻ്റെ കളറാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് വൂളൊന്ന് നീല കളറാക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അതിന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാഡിലൊന്ന് ഇവനക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്തേക്കൊന്ന് പോകണം. എടാ വാങ്ങടാ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒന്നുകൂടി ലുക്ക് വെച്ചിട്ടുണ്ട് ഇവന് കാണാൻ. ഇനി നമ്മൾ ലീഡ് ഊരിയാൽ ഇവൻ അപ്പം തന്നെ പറന്നു പോകും. അപ്പോൾ നമ്മളെ അടുത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നോ ബോൾ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ട് ചെയ്തിട്ട് വരാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോ ബ്ലോക്ക് ഒന്ന് കളക്ട് ചെയ്യാം. നമുക്ക് സ്നോ ബോൾ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലത്തെ ഈ ലെയർ ഇതിൽ സിൽട്ടച്ച് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ തന്നെ കുറച്ചധികം കളക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യണം. നമുക്കൊരു അയണിൻ്റെ ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ പെട്ടിക്കകത്ത് അയൺ ഇരിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് അയൺ എടുത്തതിൻ്റെ ശേഷം നമുക്കൊരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്നോ ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഷവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും സ്നോ ബോൾ കിട്ടും. നമുക്ക് സ്നോ ബോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 11 കിട്ടി. നമ്മൾ കയ്യിലുള്ളതൊക്കെ ഒന്ന് സ്നോ ബോൾ ആക്കി എടുക്കാം. ഇനി പിന്നെ നമ്മളെ അടുത്തുനിന്ന് പോകില്ല, നമ്മളെ കൂടെ തന്നെ നിന്നോളും. നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട് സ്നോ ബോൾ കാണിക്കുമ്പോൾ.
ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അവനെ കെട്ടിയിട്ടേക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. നമുക്കിതൊന്ന് അയച്ചു കൊടുക്കാം. ഇനി ഇവനക്ക് സുഖമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റും. ലീഡും കൂടി ഒന്ന് അയച്ചു കൊടുക്കാം. ഇനി ഇവന് നല്ല സുഖമായിട്ട് ഇവിടെ പാറി നടക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ സ്നോ ബോൾ ഇല്ലെങ്കിൽ ഇതാ പോണ്. എടാ പോലടാ, എടെങ്കിലും വാ 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 കൂടെ വാ. ഇതിന് മേലെ ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ല സുഖമാണ്. നമുക്ക് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും സ്കാഫോൾഡിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അധികം ബിൽഡും കാര്യങ്ങളും ചെയ്യല്. ഇനി ഇവനുണ്ടെങ്കിൽ നമുക്ക് അത്രയും സുഖമാണ്. നമുക്ക് ഏത് ബ്ലോക്കിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ബ്ലോക്ക് വെക്കണമെങ്കിൽ ഇവനായിട്ട് ഇങ്ങനെ പോയാൽ മതി. കുറച്ച് സ്ലോ ആണെങ്കിലും നമുക്ക് എല്ലാ കാര്യത്തിനും ഇവനെ യൂസ് ചെയ്യാം. നമുക്ക് വില്ലേജസിനൊക്കെ വേണമെങ്കിൽ എത്തിക്കണമെങ്കിൽ ഇവനായിട്ട് പോയാലും മതി. ഇവനക്ക് ബോട്ടിൽ കെട്ടിക്കാണ്ട് നമുക്ക് വലിച്ചുകൊണ്ടാവാം. നമുക്ക് പറന്ന് പോകുന്നതാണ് ഒന്നുകൂടി സുഖം. ഏത് മോബിനെ കൊണ്ടുവരാൻ പോവുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ പറന്ന് പോരുന്നത് തന്നെയാണ് സുഖം. നമ്മളേതെങ്കിലും ഒരു മോബിന് പോയി നമ്മൾ വലിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു 100 വട്ടം ലീഡ് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇവന്മാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവനുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആൾക്കാരെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ഐറ്റംസൊക്കെ നമുക്ക് മേലിന് പോയി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ചെസ്റ്റ് ഒന്നൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇത് ബിൽഡിനാണ് നമുക്ക് കാര്യമായിട്ട് നല്ല യൂസ്ഫുൾ ആവുക. അപ്പോൾ എന്തായാലും നമ്മളിത് മുന്നേ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ ഏതെങ്കിലും ബിൽഡ് വർക്ക് കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഏത് സൈഡത്തെ ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. നമുക്ക് വേറെ പില്ലർ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവനുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ബിൽഡൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടൈം ലാംപ്സ് ഒന്ന് കണ്ടിട്ട് വാ. അത് നമ്മൾ ബിൽഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്കിതുപോലെയാണ് കാണാനുള്ളത്. കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. ഇവനാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവനെ ആക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ മണ്ടക്കൊന്ന് കയറിയിരിക്കണം. അപ്പോൾ ഇവനൊന്ന് താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കെട്ടിയിടാം. ഇനി കയറിയതിൻ്റെ ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റിന് ഇതുപോലെ ഒന്ന് പോകണം. ഇവൻ കുറച്ച് സ്ലോ ആണ്, എന്നാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നല്ലപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആക്കാൻ പറ്റും. ഈ ട്രാപ്പ് ഡോർ ഒന്ന് തുറക്കണം, എന്നാലേ ഇവനക്ക് കയറാൻ പറ്റുള്ളൂ. ആണ് ഇതിൻ്റെ ലോക്ക്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചാൽ ഇവനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതിങ്ങനെ അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ എന്തായാലും അവിടെ ലോക്കായി നിന്നോളൂ.
നമുക്കെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവനെ യൂസ് ചെയ്യാം. നമുക്ക് വില്ലേജസിനെ എന്തെങ്കിലും കൊണ്ടുപോകാനോ അതിൽ ഏതെങ്കിലും മോബിനൊക്കെ നമുക്ക് എവിടെയെങ്കിലും എടുത്തു കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവനെ യൂസ് ആവും. പിന്നെ മെയിനായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇവനെ യൂസ് ആവും. നല്ല സുഖമായിട്ട് നമുക്ക് ഇവനെ ബിൽഡ് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ ഈ ബിൽഡ് ചെയ്തപ്പോൾ ഇവനെ യൂസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറാനായിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ലാഡർ വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. ഇനി ഇവനെ മണ്ടക്ക് കയറി ഇരിക്കാം. ഇനി ഈ ട്രാപ്പ് ഡോർ ഒന്ന് തുറന്നാൽ നമുക്ക് സുഖമായിട്ട് ഇവനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാണ്ട്. ഫ്ലോറിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഭംഗി കിട്ടും. അപ്പോൾ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ അതങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതുപോലത്തെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗിയുണ്ട്. നമ്മളൊരു പാത്തൊക്കെ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റോണും അതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അസേലിയ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കണൊക്കെ അറിയില്ല. ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഒഴിച്ച് വെച്ചിരുന്നത്, അതിലാണ് ഞാൻ നട്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കി മേലേക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് പോയതാണ്. അപ്പോൾ കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് മാറ്റിയില്ല, അവിടെ തന്നെ ഇരുന്നോട്ടെ വിചാരിച്ച്. പിന്നെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോണും ആൻറ്റിസൈറ്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവനെന്ത് നമ്മളെ തെറ്റി നിൽക്കണേ. ഇവനക്ക് സ്നോ ബോൾ നമുക്ക് കാണിച്ചു കൊടുത്തോക്കാം, എന്നിട്ട് തിരിഞ്ഞ് നിന്നോളും. എന്നടാ സ്നോ ബോൾ കിട്ടി, എന്നാ നോക്ക്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവനിത് കഴിക്കണില്ല. ഇവൻ കുട്ടി നമ്മളിത് കഴിക്കുള്ളൂ തോന്നണേ. നമുക്കിത് കൂടെ അങ്ങനെ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നോ ബോൾ കൊണ്ടുനടക്കുന്നത്. ഇത് ഏകദേശം നമ്മളെ ബേസിനായിട്ട് വലുപ്പമുണ്ട്. നമ്മളെ സിമ്മിനിൻ്റെ ഏകദേശം ആ വലുപ്പമൊക്കെ ഉണ്ടാവും. അതിനായിട്ട് ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, ഇവനെ നിർത്താൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.